പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുധൻ്റെ മാറ്റവും അത് ഈ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള, സാമർഥ്യമുള്ള, ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ്. നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഒരു ഗ്രഹം മാത്രമേ ജ്യോതിശക്രത്തിലുള്ളൂ. അത് ബുധനാകുന്നു. ബുധ ഫലതസ്തു സർവദാ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം, ഓരോ കാലത്തിലാണ് ഫലം. സൂര്യനും ചൊവ്വയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു, വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു, ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത്. ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് ബുധൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക്, ഗാംബ്ലിംഗ്, ഊഹക്കച്ചവടം, ഭൂമിക്കച്ചവടം, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക. ആ ബുധനായിരുന്നു കഴിഞ്ഞ 60 ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ, തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത്. അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു. അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം, യുക്തി, കഴിവ്, വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിരുന്നു. അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു. ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചോളം അത്ര അനുകൂലമായ രാശിയല്ല. ബുധൻ്റെ ആശ്രയഫലവും നല്ലതല്ല. മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ്. എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. അതാണ് ബുധൻ. ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത്. ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം. ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വരുമ്പോഴുണ്ടാകുന്നു. പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു. അത് ഏകരാശിയിലാണെങ്കിൽ, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. 2 രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട്. 12, 8, 6 ഭാവങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട്. മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ്. ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തത്ര അതികഷ്ട അഷ്ടമ, ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു 8ാം ഭാവം. അവിടെ ശുഭഗ്രഹങ്ങളിൽ നിന്നാലും പാപഗ്രഹങ്ങളിൽ നിന്നാലും 8 അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അനിഷ്ടാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ, ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ. അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു? ആ 6, 8, 12 ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു? ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു? വൈകല്യമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുന്നു. എന്നാൽ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. വിശ്രുത ഗുണാഹ, ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്കെന്നാണ്. ചമത്കാര ചിന്താമണി അത് അടിവരയിട്ട് പറയുന്നു. ശതഞ്ജീവിനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാസ്തേ. അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു. അവർ 100 ആയുസ് വരെ ജീവിക്കുന്നു. നിധാനം നൃപാത് വിക്രയാത്മാ ലഭന്തേ. തൻ്റെ പരാക്രമത്തിലൂടെ, ഉത്സാഹത്തിലൂടെ രാജാവ്, അധികാരി തനിക്ക് സീറ്റ് തരും, ഇരിപ്പിടം തരും. യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ. ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും. യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും. എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു? പ്രാപ്തനാക്കുന്നു. അതാണ് ബുധൻ. നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ 12 രാശികളിലും ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും അതെപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം. ഇനി
ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. 1200 മേടമാസം 23-ാം തീയതി മുതൽ ഒരു മാസക്കാലം, ഇടവമാസം 23-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത്. കൃത്യമായി 30 ദിവസങ്ങൾ. അതായത് 2025 മെയ് മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 6-ാം തീയതി വരെയുള്ള 30 ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ 30 ദിവസക്കാലം ധാരാളമാണ്. കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ. അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ, ബ്രോക്കർ, ഏജൻറ്റ്, ദൗത്യം നിർവഹിക്കുന്ന ആൾ, മധ്യസ്ഥൻ, ഊഹക്കച്ചവടം, രജിസ്ട്രേഷൻ, ആധാരം, പ്രമാണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ. ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യും ഈ 30 ദിവസക്കാലം. ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഈ ഒരു ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരം വൃശ്ചികം രാശിക്കാരെ ബാധിക്കുമെന്ന ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ ഏതൊക്കെ ഭാവത്തിൻ്റെ ഗുണഫലത്തെ ചെയ്യുന്നു? അഷ്ടമാധിപനാണ്. വൃശ്ചികൻ രാശിയുടെ അഷ്ടമാധിപനായ ഗ്രഹമാണ് ബുധൻ. 8-ാം ഭാവാധിപനാണ്. പിന്നീട് ബുധന് ലാഭാധിപത്യവുമുണ്ട്. ഈ ബുധനെ വൃശ്ചികൻ രാശിക്കാർ കുറച്ച് ശ്രദ്ധിക്കണം. വൃശ്ചികൻ രാശിക്കാർക്ക് രേഖാപരമായ ബുദ്ധിമുട്ടുകൾ വരും. രേഖ മറന്നു പോകും. കുട്ടികളൊക്കെ നോക്കണം. പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ഹാൾ ടിക്കറ്റ് എടുക്കാതെ പോവുക, അല്ലെങ്കിൽ യാത്ര പോകുന്ന വ്യക്തി തൻ്റെ പാസ്പോർട്ട് എടുക്കാതെ പോവുക, അത് വഴിയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ എന്ത് ചെയ്യുക, നഷ്ടപ്പെട്ടു പോവുക, അതിൻ്റെ പേരിൽ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കും വൃശ്ചികൻ രാശിക്കാർ. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. സാരാവരിയിൽ ശൂരഹ നരഹ അത്യന്ത വിചാരസാരഹ, വളരെ പരാക്രമിയായ മനുഷ്യനാണ്. അത്യന്ത വിചാരസാരഹ, അങ്ങേയറ്റം ചിന്തിക്കും. അനവദ്യ വിദ്യാധികതാ സമേത, എല്ലാ വിദ്യകളിലും അവർ വളരെ നിപുണരാണ്. എങ്കിലും ശ്രദ്ധിക്കുക, പ്രസൂതികാലേക്കിലെ ലഗ്നരാശി, ഒരു വ്യക്തി ജനിക്കുമ്പോൾ ലഗ്നം വൃശ്ചിക രാശിയാണെങ്കിൽ അളിസ്തസ്യ കലിസ്സദൈവ, എപ്പോഴും കലി ഉണ്ടാകും വൃശ്ചികൻ രാശിക്കാർക്ക്. നിങ്ങൾ 24 മണിക്കൂർ ഉദാഹരണത്തിന് എടുക്കുക. 23 മണിക്കൂർ 59 മിനിറ്റ് വർക്ക് ചെയ്താലും അവസാനത്തെ ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കും വൃശ്ചികൻ രാശിക്കാർക്ക്. ഞാൻ വൃശ്ചികൻ രാശിയാണ്. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. പലപ്പോഴും എത്ര ഹാർഡ് വർക്ക് സിൻസിയറായിട്ട് എല്ലാം പ്ലാൻ ചെയ്താലും അവസാന നിമിഷങ്ങളിൽ നമുക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യത്തിലും ആലോചിക്കാതെ പക്വതയില്ലാത്ത ചില തീരുമാനങ്ങൾ എടുക്കുക, പിന്നെ റിഗ്രറ്റ് ചെയ്യുക. ഇതെൻ്റെ ലൈഫിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, രേഖകൾ നഷ്ടപ്പെടരുത്. ആർക്കും കാശ് കൊടുത്തിട്ട് സൗഹൃദമുണ്ടാക്കാൻ നോക്കണ്ട. ധാരാളം ശത്രുക്കൾ വരും വൃശ്ചികൻ രാശിക്കാർക്ക്. 6-ൽ ബുധനാണ്. വിരോധോ ജനാനാം നിരോധോ രിപൂണാം, ജനങ്ങളുമായി വിരോധമുണ്ടാവും. ശത്രുക്കൾ തൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. പ്രബോധോ യദീനാം ച രോധോനിരാനാം, വായു സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. വായു രോഗങ്ങൾ, വാതപിത്ത കഫങ്ങളിൽ വാതരോഗങ്ങളൊക്കെ ഉണ്ടാകും. വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ബുധേ സദ്വയേനാപഹാരോ നിധീനാം, നിധികളെ അപഹരിക്കുമെന്നാണ്. അന്യൻ്റെ മുതൽ എങ്ങനെയും തൻ്റെ കൈവശമാക്കാൻ ശ്രമിക്കും. ബലാത് അർത്ഥകൃത് സംഭവേ ശത്രുഭാവേ, താൻ തൻ്റെ അത്യുത്സാഹം കൊണ്ട് ബലാത്കാരേണ തനിക്ക് കാശുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ ഈ ബുധൻ സഹായിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, ശത്രുദോഷം, തടസ്സങ്ങൾ. നിർബന്ധമായും നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, സുദർശന പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യണം. രേഖ നഷ്ടപ്പെടരുത്. രേഖാപരമായ ക്ലേശങ്ങൾ അയൽവാസികളുമായി ഉണ്ടാകരുത്. അനാവശ്യമായി വാക്കുകൾ ഉപയോഗിച്ചിട്ട് സൗഹൃദങ്ങളെ നഷ്ടപ്പെടുത്തരുത്.
സൗഹൃദങ്ങളെ വിലമതിക്കണം ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ. അതിനാൽ വളരെ ശ്രദ്ധിച്ച് ഓരോ നീക്കങ്ങളും നിങ്ങൾ നടത്തുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് പ്രാർത്ഥിക്കുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ. ഇപ്രകാരം ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ. സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു നിൽക്കുന്നു. സൂര്യൻ വളരെ ശക്തനാണ്. ആ ബുധൻ 6-ലായത് കൊണ്ടാണ് മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക. രേഖാപരമായ വിഷയങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ ജോലിയൊക്കെ തയ്യാറായി അവസാന സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞു, അപ്പോഴായിരിക്കും തൻ്റെ വിലപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക. ഇതൊക്കെ തനിക്ക് ശത്രുവായിട്ട് തരും. യാത്രയിൽ ബാഗ്, സൂട്ട് കേസ്, മറ്റെന്ത് കാര്യങ്ങളും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അവസരങ്ങൾ പലപ്പോഴും തൻ്റെ അശ്രദ്ധ കാരണം ബുദ്ധിമുട്ടുകളുണ്ടാകും. മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് പ്രേക്ഷകരുണ്ട്. ഘാനയിലുണ്ട്, നൈജീരിയയിലുണ്ട്, സീഷലിലുണ്ട്, അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, ജർമ്മനിയിലുണ്ട്. ഐ എം വെരി ഹാപ്പി. അവരെന്നെ വിളിക്കുന്നു. ഈ ചാനലിൽ നിന്നും എനിക്ക് ധാരാളം സൗഹൃദങ്ങൾ ലഭിച്ചു. 28 ലക്ഷം വ്യൂവേഴ്സായി കഴിഞ്ഞു. വൃശ്ചികൻ രാശിക്കാർ കഠിനാധ്വാനികളാണ്. ബാക്കി ദൈവം അവർക്ക് നൽകും. അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം എന്നൊരു വലിയ ശ്ലോകമുണ്ട്. രക്ഷയില്ലാത്ത ആളെ ദൈവം രക്ഷിക്കും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാരും ഒന്നുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കാൻ പാടില്ല. അടുത്തതായി ശുക്രൻ 6-ൽ വന്ന് 7-ലേക്ക് വരും. ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. ഈ ഒരു വർഷം വ്യാഴം അഷ്ടമത്തിലാണ്. അതിനാൽ വിഷ്ണുപ്രീതി ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ഒരു തുളസിമാല വഴിപാടായി ഭഗവാനെ സമർപ്പിക്കുക. തുളസിക്ക് വെള്ളം നനയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത വർഷം ഇതേ സമയം മെയ് മാസം വ്യാഴം 9-ൽ വരികയാണ്. ഭൂമി എടുക്കാം, വീടെടുക്കാം. 9, 10, 11 3 രാശികളിൽ ബലവാനായി വരികയാണ് വൃശ്ചികൻ രാശിക്കാർക്ക്. അതിനാൽ ഈ ഒരു വർഷം കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾ വിത്തിടുക, പൊടിച്ച് വരട്ടെ. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായൊരു മാസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.